ആലുവ മഹിളാലയം ജംഗ്ഷനിൽ സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ രണ്ടാം ഘട്ടത്തിനായി ജനങ്ങൾ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഭൂമി ഏറ്റെടുക്കലിന് 569 കോടി രൂപ അനുവദിച്ചെങ്കിലും ഇനിയും നടപടികൾ തുടങ്ങിയിട്ടില്ല. ഈ താഴിങ്ങനെ പൂട്ടിയിട്ടിട്ട് താമസക്കാർ ജോലിക്കോ മറ്റോ പോയതൊന്നുമല്ല, എന്നേക്കുമായി ഈ വീട് വിട്ടൊഴിഞ്ഞതാണ്. പൊട്ടിയൊലിക്കുന്ന ഈ വീട് ഒന്ന് പുനർനിർമ്മിക്കണമെങ്കിൽ സർക്കാരിന്റെ ഉത്തരവ് കിട്ടണം എന്ന ദുരവസ്ഥയാണ്. കൊല്ലം 27ആയി എയർപോർട്ട് സീപോർട്ട് റോഡിന്റെ പേരിലുള്ള ഈ അനിശ്ചിതാവസ്ഥ ഇങ്ങനെ തുടങ്ങിയിട്ട്. സീപോർട്ട് എയർപോർട്ട് റോഡിനു വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നഷ്ടപരിഹാരം ഇതുവരെയും ഉറപ്പാക്കിയിട്ടില്ല. സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ ഭാഗമായി പാലം വന്നു, പക്ഷേ ഇപ്പോഴും റോഡില്ല. HMT ഭാഗത്തടക്കം പകുതിയായി നിൽക്കുകയാണ് റോഡ്. നാടിന്റെ പുരോഗതിക്ക് ജനമെതിരല്ല, ആവശ്യം അർഹമായ നഷ്ടപരിഹാരം മാത്രം. ഇതിനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണിവർ. ഇതിനിടയിൽ പലരും മരിച്ചു, പല വീടുകളും ജപ്തി ഭീഷണിയിലാണ്. ഈ കിടക്കണ വീടിന് ജപ്തി നോട്ടീസ് വന്നേക്കണതാണ്. ഞങ്ങൾക്ക് പടക്കാൻ ഞങ്ങൾക്ക് മാർഗമില്ല, അതുകൊണ്ട് ഇങ്ങനെ ഇട്ടൊക്കെയാണ്. അതിപ്പോൾ ഇപ്പം മോനൊക്കെ പറയലുണ്ട്. മോൻ ഇപ്പോൾ കഴിഞ്ഞാണ് ഇതിലും പോയിട്ട് പങ്കെടുക്കാൻ പോയിട്ടുണ്ടായി. ഇപ്പോൾ 27 കൊല്ലത്തോളമായി. ഇപ്പോൾ എന്തായെന്നും ഒരു പിടിപാടില്ല. എൻ്റെ ജ്യേഷ്ഠൻ ഇത് കാത്തിരുന്നിരുന്ന് പുള്ളി പോയി. അങ്ങനെ ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാലത്ത് ഉണ്ടാവുമെന്ന് അറിയാൻ പാടില്ല. എങ്ങനെയൊന്ന് മുന്നോട്ട് പോകും. NAD മുതൽ മഹിളാലയം പാലം വരെയുള്ള ഭാഗത്തെ ഭൂമി ഏറ്റെടുക്കുന്നതിലും നഷ്ടപരിഹാരം നൽകുന്നതിനുമായാണ് 569.35 കോടി രൂപ അനുവദിച്ചത്. കിഫ്ബിയിൽ നിന്നും നിർവഹണ ഏജൻസിയായ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന് തുക കൈമാറി. സ്ഥലം ഏറ്റെടുക്കാനുള്ള നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ട് 22 വർഷമായി. റുഖയെ പോലെ കിടപ്പാടം ജപ്തി ഭീഷണി നേരിടുമ്പോഴും തങ്ങൾക്ക് കിട്ടേണ്ട നഷ്ടപരിഹാരം കിട്ടുക തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു പോകുന്ന ഒട്ടനവധി പേർ. അപ്പോഴും വൈകിയെത്തുന്ന നീതി നിഷേധം തന്നെയാണ് എന്ന് സർക്കാരിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് AS അഭയത്തിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. വികസനത്തിനായി സ്വന്തം കിടപ്പാടം വിട്ടു നൽകി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട ഗതികേടിലാണ് ആലുവ മഹിളാലയം. ആ പ്രദേശത്തെ ആളുകൾ പലരും മരിച്ചു, പല വീടുകളും ജപ്തി ഭീഷണിയിലുമാണ്. ശക്തമായ പ്രതിഷേധവുമുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. ഞങ്ങളുടെ പല സമരമുഖങ്ങളും എല്ലാം പലതും നടന്നതാണ്. ഇപ്പോഴാണ് അതിനൊരു അന്ത്യമായെന്ന് പറയാറായേക്കണേ. പേപ്പറിലേക്ക് ഇപ്പോൾ അത് പണം അനുവദിച്ചു എന്നൊക്കെ കാണണേ. ഇത് കൈ കെട്ടിയാൽ മാത്രമേ കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അത് തന്നെയല്ല, ഈ ഇതുപോലുള്ള സ്ഥലത്ത് ഏറ്റവും കണ്ണായ സ്ഥലമാണ് ഇവിടെ. ഞങ്ങൾക്ക് അതിൻ്റേതായ വില കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും മാറാനോ പോകാനോ വേറെ മാർഗമൊന്നുമില്ല. ഈ വൈകി കിട്ടുന്ന നീതി ഉണ്ടല്ലോ, അത് നീതി നിഷേധമാണ്. സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതാണ്. വൈകി കിട്ടുന്ന നീതിയാണ്. ഇനി എപ്പോൾ കിട്ടിയാലും അത് ഒരുപാട് കുടുംബങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രയാസങ്ങളും പ്രതിസന്ധികളൊന്നും ഇനി ഇതിൽ നിന്നും കിട്ടുന്ന കേവലം തുച്ഛമായ തുക കൊണ്ടൊന്നും തീരില്ല. റോഡ് ഇതുവരെ ആയിട്ടില്ല, പിന്നെയാണ് രണ്ടാം ഘട്ടം ചോദിക്കണത്. എടുത്തു പഠിക്കുന്നത് ഇതൊരു റോഡ് വന്നല്ലോ, പാലം വന്നിട്ടുണ്ട്. ഇതുവരെ റോഡ് മറ്റേ സീപോർട്ട് എയർപോർട്ട് പാലം വന്നിട്ടെന്താ കാര്യം? ഇനി വേറൊരു പാലം വരുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹമാണ്. 10 കൊല്ലത്തോളമായി എയർപോർട്ട് സീപോർട്ട് നല്ലതാണ്, ജനങ്ങൾക്ക് നല്ലതാണ്. പക്ഷെ ഒരുപാട് പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കാനുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്താഴ പട്ടിണിക്കാരുണ്ട്, സുഖമില്ലാതെ കിടക്കണവരുണ്ട്, പിന്നെ ലോൺ എടുത്തൊക്കെ വെക്കണവരുണ്ട്, പലവരും ഉണ്ട്. ഇവരൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണെന്നാണ് നമ്മുടെ അറിവ്. വീട് മെയിൻ്റനൻസ് ചെയ്യാനോ ഒന്നിനും പറ്റാതെ ഇങ്ങനെ ഇട്ടേക്കാണ്. ഒന്നും പറ്റണില്ല. ചോർച്ചയും കാര്യങ്ങളും ബാധ്യത കണ്ടമാനമുണ്ട്. ഒരുപാട് ബാധ്യതയുണ്ട് വീടിന്.